അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചത് തർബിയത്തുൽ അബ്നാ, നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ വളർത്താനുള്ള പരിപാലനത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഷേഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അശ്റു റകായിസ് ഫി തർബിയത്തുൽ അബ്നാ എന്ന റിസാലയാണെന്ന കൃതിയാണ് നമ്മളിതിന് ആസ്പദമാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിലൊന്നാമത്തേത് ഏറ്റവും നല്ല സാലിഹത്തായ ഒരു ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇഖ്തിയാറു അസ്സൗജത്തി സാലിഹ, നല്ല സഹധർമ്മിണിയെ തിരഞ്ഞെടുക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് അഖീദ അവരുടെ ഹൃദയങ്ങളിൽ, വിശ്വാസ കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുക, നന്നായി അതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്ന കാര്യമാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു, കസ്റത്തു ദുആ, നന്നായിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുന്നതിലൂടെ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് 4ാമത്തെ കാര്യം മനസ്സിലാക്കുക, അത്തഹ്സീനു ബിൽ അദ്കാർ. അദ്ദേഹം പറയുന്നു, അത്തഹ്സീനു ബിൽ അദ്കാർ, ദിക്റുകൾ കൊണ്ട് കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മളെ മക്കളെ ദിക്റുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഔറാദുകളുണ്ട്, ദിക്റുകളുണ്ട്. ആ ദിക്റുകളിലൂടെ നമ്മുടെ മക്കളെ നന്നാക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇവിടെ പണ്ഡിതന്മാർ 3 ഘട്ടങ്ങളിലായിട്ട് ഈ ദിക്റുകൾ പറയുന്നുണ്ട്. ഒന്ന്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മക്കൾ ഉണ്ടാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഭാര്യയുമായി ഇണചേരുന്ന സന്ദർഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇണചേരലിൽ ഉണ്ടായേക്കാവുന്ന കുട്ടിക്ക് പൈശാചിക ഷർറുകളിൽ നിന്നും, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണത്. അതിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതി അഹ്ല, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യയുമായി ഇണചേരാൻ ഉദ്ദേശിച്ചാൽ, അവളിലേക്ക് പ്രാപിക്കാൻ ഉദ്ദേശിച്ചാൽ, ഖാല, അൻ പറയണം, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. ഈ കാര്യം പറയണം, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിലാണ്, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹു പിശാചിനെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്നും പിശാചിനെ അകറ്റണം. വജന്നിബി ശൈത്താന മാ റസഖ്തനാ, റബ്ബേ നീ ഞങ്ങൾക്ക് ഈ ഇണചേരലിലൂടെ നമുക്കൊരു സന്താനത്തെ നൽകുമ്പോൾ അവനെ തൊട്ടും നീ പിശാചിനെ അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഹദീസിൽ കാണാം, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക ലം യദുർറഹു ശൈത്താനുൻ അബദാ. അല്ലാഹു ഈ ഒരു ഇണചേരലിലൂടെ അവനൊരു കുട്ടിയെ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പിശാചിന്റെ ഉപദ്രവം അവനെ ഏൽക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയ കാര്യമാണ്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത നമ്മുടെ മക്കളുടെ പരിപാലനത്തിന്റെ ആരംഭഘട്ടമാണിത്. അവരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പൈശാചിക ഷർറുകളില്ലാതെ അവർക്ക് സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പലരും ഇത്തരത്തിലുള്ള അസ്കാറുകളെ കുറിച്ച് അശ്രദ്ധരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. സഹോദരങ്ങളെ, നമ്മളത് പഠിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യമാണ്, ഒരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് പൊതുവെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അറിവുള്ള നല്ല നല്ല പണ്ഡിതന്മാർ, അവരുടെ പണ്ഡിതന്മാരുടെ ഒരു ശ്രേണി കാണാൻ പറ്റും. അവരുടെ മക്കളൊക്കെ നല്ല, കാരണം അവർ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു സംരക്ഷണം, അതിൻ്റെ ഒരു ബറക്കത്ത് അവരുടെ സന്താന പരമ്പരകളിൽ കൊടുക്കുന്നത് അത് അറിവിൻ്റെ ഒരു ബറക്കത്താണ്. അതുകൊണ്ട് ഇത്തരം അറിവുകൾ കിട്ടുന്ന സമയത്ത് സഹോദരങ്ങൾ നമ്മളത് പഠിക്കുകയും ഹിഫ്ളാക്കുകയും പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കുട്ടിയെ നൽകി കഴിഞ്ഞാൽ
ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അള്ളാഹുവിൽ നിന്നും പിശാചിന്റെ ഷർറിനെ തൊട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, രക്ഷ തേടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരമക്കളായ അൽ ഹസനെയും ഹുസൈനെയും ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കണ്ണേറേൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നു എന്നുള്ളത് ഇമാം ബുഖാരിയൊക്കെ അദ്ദേഹത്തിന്റെ സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് രണ്ടുപേർക്കും വേണ്ടി രക്ഷ തേടാറുണ്ടായിരുന്നു എന്നാണ്. എന്താണ് രക്ഷ തേടാറുണ്ടായിരുന്നത്? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? ഉഈദുകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാനിതാ രക്ഷ ചോദിക്കുകയാണ്. ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ രക്ഷ തേടുന്നത്. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, എല്ലാവിധ പിശാചുകളിൽ നിന്നും അതുപോലെ തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്ന വിഷജന്തുക്കളിൽ നിന്നും അങ്ങനെയുള്ള സകല ഉപദ്രവം ഉണ്ടാക്കുന്ന ഹാമത്തുകളിൽ നിന്നും ഒക്കെ രക്ഷ തേടുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, അതുപോലെ കണ്ണേറിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുകയാണ്. അപ്പൊ കണ്ണേറുണ്ട് എന്നുള്ളതിന് ഇതിനേക്കാളും നമുക്ക് വേറെ തെളിവ് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തന്നെ തേടിയിട്ടുണ്ട്. കണ്ണേറിന് സ്വാധീനമുണ്ട്. പൈശാചികമായ ഈ കണ്ണേറ് അതിന്റെ പ്രവർത്തനം ഗൈബിയായ കാര്യമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കത് വരച്ച് കാണിക്കാനോ ഒന്നും സാധിക്കുകയില്ല. അത് ഗൈബിയായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, അതുകൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് രക്ഷ തേടേണ്ടതുണ്ട് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കാന അബൂക്കും യുഅവ്വിദു ബിഹിമാ ഇസ്മാഈല വ ഇസ്ഹാഖ്. കാന അബൂക്കും, നിങ്ങളുടെ പിതാവ്, ആരാണ് ഉദ്ദേശിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. യുഅവ്വിദു ബിഹിമാ, ഈ പ്രാർത്ഥന കൊണ്ട് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും രക്ഷ തേടിയിരുന്നു. അപ്പൊ വലിയ പാരമ്പര്യമുള്ള ഒരു പ്രാർത്ഥനയാണത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മുതൽ അല്ലാഹു തആല രക്ഷ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. നമ്മളത് ചെയ്യാറുണ്ടോ? എത്ര ആളുകൾ മക്കളെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തും മറ്റുമൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാറുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഉപദ്രവങ്ങളാണിത്. ഈ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ നമ്മൾ ഈ പ്രാർത്ഥനകൾ വേണം. വലിയ നമുക്ക് ഇത്തരത്തിലുള്ള പൈശാചികമായ എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷ കിട്ടുന്ന കാര്യം. പൈശാചികമായ ഷർറ് മാത്രമല്ല ഇവിടെ പറയുന്നത്, ഇൻകുല്ലി ശൈത്താനിൻ വഹാം, എല്ലാവിധ വിഷജന്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു രക്ഷ നൽകുന്നത് ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പൊ അത് നമ്മൾ ചെറിയ കുട്ടികളാണ്, അവർക്കറിയില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും മറ്റുമൊക്കെ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുക. ഇനി സഹോദരങ്ങളെ, കുട്ടികൾ വളർന്നു വലുതായി അവരുടെ സംസാരിക്കാനും അതുപോലെ പ്രാർത്ഥനകൾ പഠിക്കാനൊക്കെ ഉള്ള പ്രായമൊക്കെ ആയാൽ അദ്ദേഹം പറയാണ്, കുട്ടികൾക്ക് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കണം ഒരു പ്രാർത്ഥന. അവരെ കൊണ്ട് തന്നെ ചൊല്ലിക്കുന്ന രൂപത്തിലേക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. എളുപ്പമുള്ള കാര്യങ്ങൾ തൊട്ട്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കുട്ടിയെ വിളിച്ച് പറഞ്ഞില്ലേ, യാ ഗുലാം സമ്മില്ലാ കുൽ മിമ്മാ യലീക്, മോനെ നീ ബിസ്മില്ല പറ, നിന്റെ തൊട്ട് മുമ്പിലുള്ള ഭക്ഷണം കഴിക്കുക. ബിസ്മില്ല പറയാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം അങ്ങനെ ബിസ്മില്ല പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പിശാചിന് അതിൽ നിന്നൊരു ഓഹരി തടയപ്പെടുമെന്നാണ് പറയുന്നത്. പിശാചിന് ലഭിക്കുകയില്ല. ഇപ്പൊ വീട്ടിലേക്ക് കയറി വാതിലടക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറഞ്ഞടച്ചാൽ പിശാചിന് അവിടെ ഒരു മബീത്തില്ല, പിശാചിന് അവിടെ ഒരു രാത്രി താമസം ഇല്ല, തടയപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും വസ്ത്രം വഹിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയുക. അതേപോലെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന, പുറത്തേക്ക് വരുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കയറുക, മസ്ജിദിലേക്ക്, പുറത്തേക്ക്, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. സഹോദരങ്ങളെ, ഇത് സംരക്ഷണമാണ്. ഒരു മുസ്ലിമിന്റെ സംരക്ഷണമാണ്, രക്ഷാ കവചമാണ് ഇത്തരം പ്രാർത്ഥനകളും ദുആകളും ദിക്റുകളും ഒക്കെ. അത് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വലിയ സംരക്ഷണമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സംരക്ഷണമാണ്. അപ്പം അവർക്ക് നൽകുന്ന വലിയൊരു പരിപാലനമാണ് യഥാർത്ഥത്തിൽ ഇത്. ചെറിയ പ്രായത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക, പിന്നീട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണ് നാലാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റായി അദ്ദേഹം പറയുന്നത് ഇഖ്തിയാറു അൽ അസ്മാഇ ത്വയ്യിബ. ചെറിയ കുട്ടിക്ക് പേരിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല പേര് തിരഞ്ഞെടുക്കണം. നല്ല
പേര് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് അവരുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പറയാറുണ്ട്, ലികുല്ലി റജുലിൻ മിൻ ഇസ്മിഹി നസീബ്, എല്ലാ മനുഷ്യനും അവരുടെ പേരിൽ നിന്നൊരു ഓഹരി ഉണ്ടാകുമെന്നാണ്. നമ്മൾ എന്ത് നല്ല പേരാണ് ഇട്ടുകൊടുക്കുന്നത് അതിൽ നിന്നൊരു സ്വാധീനം കുട്ടികളുടെ സ്വഭാവത്തിലും മറ്റുമൊക്കെ ഉണ്ടാകാനിടയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല പേരുകളൊക്കെ തിരഞ്ഞെടുക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നാണ്. ഈ പേരിടാം. അതല്ലെങ്കിൽ സാലിഹ്യങ്ങളെ അമ്പിയാക്കളുടെ ഒക്കെ പേരുകൾ മുഹമ്മദ് എന്നുള്ള പേരിടാം, സാലിഹ് എന്നുള്ള പേര്, അമ്പിയാക്കളുടെ പേര് ഇബ്രാഹിം, ഇസ്മായിൽ, ഇങ്ങനെ നല്ല പേരുകൾ. സ്ത്രീകൾക്കാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ പേരുണ്ട്, സഹാബി വനിതകളുടെ പേരുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട പേരുകളുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ നല്ല പേരുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. പല ആളുകളും വീഴ്ച വരുത്തുന്ന കാര്യമാണ്. ആളുകൾ പേരിടുമ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത്, അവരുടെ രണ്ടാളുടെയും പേരിന് യോജിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പേര് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഒരാളുടെ പേരിൻ്റെ ഒരു തല, മറ്റൊരാളുടെ പേരിൻ്റെ ഒരു അറ്റമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേരുണ്ടാക്കും. അതല്ലെങ്കിൽ വേറെ ചിലർ നാട്ടിൽ ആരും പറഞ്ഞു കേൾക്കാത്തൊരു പേരിടണം. അങ്ങനെ 2-3 പേരൊക്കെ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഏറ്റവും നല്ലത് നാട്ടിൽ അറിയപ്പെട്ട നല്ല അർത്ഥമുള്ള പേരുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നാട്ടിൽ തീരെ കേട്ട് പരിചയമില്ലാത്തൊരു പേരല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. ഒന്ന്, അതുപോലെ അർത്ഥമില്ലാത്ത പേരുകൾ കൊണ്ടുവരിക. എന്നിട്ട് പേരൊക്കെ തിരഞ്ഞെടുത്ത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പിന്നെയാണ് നോക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മളൊരു പേര് ഇഷ്ടപ്പെടേണ്ടത് അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെടേണ്ടത്. നല്ല അർത്ഥമുള്ളൊരു പേര് കേൾക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുക, എന്നിട്ട് അത് തിരഞ്ഞെടുക്കുക. ഇതെന്തെങ്കിലുമൊക്കെ ഒരു കേൾക്കാൻ ഇമ്പുള്ളൊരു പേരെടുത്തിട്ട് പിന്നെ അതിന് വല്ല അർത്ഥമുണ്ടോ എന്ന് അന്വേഷിക്കുക. ചിലപ്പോൾ വളരെ അപകടം പിടിച്ച അർത്ഥമൊക്കെ ആയിരിക്കും. പിന്നീട് മാറ്റേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന പേരുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ നല്ല പേരിടുന്ന സമയത്ത് കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ആ പേരിന്റെ അർത്ഥവും ആ പേര് സ്വീകരിക്കുന്ന ഒരുവനിൽ ഉണ്ടാകേണ്ട മാതൃകകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഉദാഹരണത്തിന് അബ്ദുള്ള എന്നൊരാൾക്ക് പേര് കുട്ടിക്ക് ഇട്ടുകൊടുത്തതിനാൽ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക, മോനെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അള്ളാഹുവിന്റെ അടിമയാണെന്നാണ്. നീ മറ്റൊരാളുടെയും അടിമയല്ല, നീ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനായി തീരണം. നിന്റെ ജീവിതം മുഴുവനും റബ്ബിനുള്ള ഇബാദത്തിനാണ്. അല്ല, മുഴുവൻ മനുഷ്യരുടെയും ജീവിതം റബ്ബിനുള്ള ഇബാദത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പഠിച്ചത്. നീ ഏറ്റവും നല്ല റബ്ബിന് ഇഷ്ടപ്പെട്ട പേരാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി അവന് പേര് നമ്മൾ മുഹമ്മദ് എന്നോ സാലിഹ് എന്നോ ഇങ്ങനെയൊക്കെ പേരിടുമ്പോൾ അമ്പിയാക്കളുടെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയുടെ പേരാണ് നിന്റെ പേര്. ആ നബിയോട് മാതൃക കാണിക്കണം. ആ പേര് വെച്ചിട്ട് നീ ഒരു മോശം സ്വഭാവം നിന്നിൽ ഉണ്ടാകരുത്. നീ നിന്റെ സ്വഭാവങ്ങളും നിന്റെ പെരുമാറ്റങ്ങളും ഒക്കെ നിന്റെ പേരിനോട് യോജിക്കുന്ന രൂപത്തിലാകണം. സാലിഹ് എന്നുള്ള പേരിട്ട മോനെ നല്ല അള്ളാഹുവിനനുസരിക്കുന്നവനാണ് സാലിഹ് എന്ന് പറയാം. നീ അള്ളാഹുവിനനുസരിക്കുന്നവനാകണം ആ രൂപത്തിൽ. ഇനി വല്ല അമ്പിയാക്കളുടെയോ സാലിഹ്യങ്ങളുടെയോ ഒക്കെ പേരുകളിൽ വല്ല ചരിത്രമുള്ള ആളുകളാണ് എങ്കിൽ ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സഹോദരങ്ങളെ ആ രൂപത്തിൽ അവർക്ക് ആ പേരിനോട് കൂറു പുലർത്തുന്ന രൂപത്തിൽ ജീവിക്കാനൊക്കെ തോന്നും. നല്ല പേരാണ് എൻ്റെത് എന്നുള്ളത് അത് വലിയ കാര്യമാണ്. എന്നാൽ മോശപ്പെട്ട പേരുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. എത്രത്തോളം വെച്ചു കഴിഞ്ഞാൽ നസ്രാണികളായ ആളുകളുടെ പേരുകൾ വരെ, ഏതെങ്കിലും ഫുട്ബോൾ കളിക്കാരുടെ പേരൊക്കെ അയാളോടുള്ള ആരാധന മൂത്തിട്ട്, അത് തന്നെ നിഷിദ്ധമായ കാര്യമാണ്. എന്നിട്ട് ആ പേരുകൾ ഒരർത്ഥവുമില്ലാത്ത പേരുകൾ മക്കൾക്ക് വെക്കുന്ന ആളുകളുണ്ട്. സിനിമക്കാരുടെ പേരുകൾ വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ സെലിബ്രിറ്റികളുടെ പേരുകളൊക്കെ, അതൊക്കെ മക്കൾക്ക് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ സഹോദരങ്ങളെ ചെയ്യാൻ പാടില്ല. മക്കളോടുള്ള പരിപാലനത്തിൽ പെട്ട കാര്യമാണ് നല്ല പേരവർക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതാണ് 5ാമത്തെ കാര്യമായി പഠിപ്പിക്കപ്പെട്ടത്. 6ാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ അദ്ലു ബൈന അൽ അബ്നാ, മക്കൾക്കിടയിൽ നമ്മൾ നീതിയിൽ വർത്തിക്കണം. എല്ലാ മക്കളോടും നീതിയോടുകൂടി നമ്മൾ വർത്തിക്കണം. ശരിയാണ്, നമുക്ക് ഒരു പക്ഷേ ഒരു കുട്ടിയോട് അവൻ്റെ നല്ല സ്വഭാവം കാരണത്താൽ, പെരുമാറ്റം കാരണത്താൽ നമുക്ക് കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടായേക്കാം. എല്ലാ മക്കളോടും ഒരേപോലെ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന, നമ്മുടെ കൈപ്പെട്ട കാര്യമല്ല. നമുക്ക് ചിലപ്പോൾ ഒരാളോട് കൂടുതൽ താല്പര്യം തോന്നും, കാരണം നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. അപ്പോൾ അവരോട് താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അനീതി കാണിക്കാൻ പാടില്ല.
മക്കളോട് അനീതി കാണിക്കാൻ പാടില്ല. എല്ലാ മക്കൾക്കും നീതിയോടുകൂടി വേണം നമ്മൾ എന്ത് കാര്യം ചെയ്തു കൊടുക്കുന്ന സമയത്തും. നീതി സഹോദരങ്ങളെ അത് വളരെ അനിവാര്യമായ കാര്യമാണ്. സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഹദീസാണത്. അദ്ദേഹം പറയുന്നു, അന്ന അബാഹു നഹലഹു അർള, അദ്ദേഹത്തെ ഉദ്ധരിക്കുക, അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിനൊരു ഭൂമി ദാനം നൽകി. അഥവാ ബഷീർ റളിയല്ലാഹു അൻഹു മകനായ നുഅ്മാനിന് ഒരു ഭൂമി ദാനം നൽകി. വഅന്ന വാലിദതഹു തലബത് മിൻ അബീഹി അൻ യുശ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക. അപ്പോൾ ഉമ്മാക്കൊരു സംശയം, നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്കൊരു സംശയം. ഉമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ഒന്ന് പറയണം, അവിടത്തേക്ക് ഈ കാര്യത്തെ സാക്ഷിയാക്കണം, ഇങ്ങനെ ഒരു ഭൂമി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടത്തേക്കൊന്ന് അറിയിക്കണം. ഫലമ്മ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു കാര്യമൊക്കെ പറഞ്ഞു, മോനൊരു ഞാൻ ഭൂമി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, നിന്റെ എല്ലാ ആൺകുട്ടികൾക്കും ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല ല, അദ്ദേഹം പറഞ്ഞില്ല, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഫഖാല ഫത്തഖുല്ലാഹ് വഅദിലു ബൈന ഔലാദിക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ ആൺമക്കൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ നീ എന്ത് ചെയ്യണം, നീതിയോടുകൂടി വർത്തിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീതിയോടുകൂടി വർത്തിക്കണം. ഒരാൺകുട്ടിക്ക് സ്ഥലം കൊടുത്തു, ബാക്കിയുള്ള ആൾക്കാർക്ക് ആരും കൊടുത്തിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ആ മകനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. കൊടുക്കുകയാണ് എങ്കിൽ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? ഒരാൾക്ക് തൃപ്തിയില്ലാതെ മറ്റൊരാളിലേക്ക് കൊടുക്കുക എന്നുള്ളത് പാടില്ല. ചില റിവായത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയസ്റുക അൻ യകൂനു ഇലൈക ഫിൽ ബിർരി സവാ, അവരെല്ലാവരും നിന്നോട് പുണ്യം കാണിക്കുന്ന വിഷയത്തിൽ ഒരേപോലെ നിന്നോട് പുണ്യം കാണിക്കുന്ന നീ ഇഷ്ടപ്പെടുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. വല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല ഇദൻ, എങ്കിൽ നീ അങ്ങനെ ചെയ്യരുത്, ഒരാൾക്ക് മാത്രം കൊടുക്കുക, മറ്റേ ആൾക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില റിവായത്തിൽ കാണാം, ലാ അഷ്ഹദു അലാ ജൗർ, ഒരു അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല, നീതിയില്ലാത്തൊരു കാര്യത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില റിവായത്തിൽ കാണാം, ഫഅശ്ഹിദ് അലാ ഹാദാ ഗൈരി, വേറെ ആരെങ്കിലും കൊണ്ടുപോയി സാക്ഷിയാക്കി, ഞാനിതിനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒഴിയുകയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ചില മാതാപിതാക്കൾ അങ്ങനെ ചെയ്യും, ചില മക്കൾ മാത്രം, അവർക്ക് മാത്രം കൊടുക്കുക, ബാക്കിയുള്ളവൻ അവനോടൊരു വെറുപ്പ്, അവനോടൊരു ദേഷ്യം, അവന് കൊടുക്കാതിരിക്കുക. ആ രൂപത്തിൽ സഹോദരങ്ങളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത് ഈ മാതാപിതാക്കളോട് കുട്ടിക്ക് യാതൊരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരു സ്നേഹം ഉണ്ടാവില്ല. ഈ അനീതി അക്രമത്തിന് ആകപ്പെട്ട ആ കുട്ടിക്ക് മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാവില്ല, വാപ്പയോട് സ്നേഹം ഉണ്ടാവില്ല, ആ അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യും, തമ്മിൽ അസൂയയും വിദ്വേഷവും അക്കാണവും ഒക്കെ അതുണ്ടാകും. പരസ്പരം ബന്ധം സഹോദരങ്ങളെ ഇല്ലാതായിത്തീരും. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപോലെ കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ കാര്യമാണ് എങ്കിൽ അത് കുഴപ്പമില്ല, നിസ്സാരമായ കാര്യങ്ങളുണ്ട്. പക്ഷെ വലിയ കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത്, വലിയ വലിയ ഭൂമിയും മറ്റുമൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് നീതിയോടുകൂടി കൊടുക്കണം. നീതിയോടുകൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മീറാസിന്റെ അനന്തര സ്വത്തിന്റെ അതേ രൂപത്തിൽ കൊടുക്കണം. അതാ പെണ്ണുണ്ടെങ്കിൽ പെണ്ണിന് ആണിന്റെ പകുതി കൊടുത്താൽ മതി, പെണ്ണുണ്ടെങ്കിൽ ആണിന് പകുതി കൊടുത്താൽ മതി. വലിയ വലിയ സ്വത്തുക്കളും മറ്റും ജീവിതകാലത്ത് മാതാപിതാക്കൾ വിഭജിക്കുന്നുണ്ട് എങ്കിൽ അത് അനന്തര സ്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് വിഭജിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അഥവാ പരസ്പരം നീതിയോടുകൂടി വർത്തിക്കുക എന്നുള്ളത് അടിസ്ഥാനമാണ്. നീതിയില്ലാത്ത രൂപത്തിൽ ഒരാളോട് തഴയുക, അയാളെ പരിഗണിക്കാതിരിക്കുക, ആ കുട്ടിയോട് ആ രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് അത് കുട്ടിയെ വളരെ മോശം രൂപത്തിലേക്ക് എത്തിക്കുന്നതാണ്. അത് നല്ല പരിപാലനത്തിൽപ്പെട്ടതല്ല. നീതി വേണം എന്നാണ് ചുരുക്കം. ഏഴാമത്തെ പോയിന്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റാണ് സഹോദരങ്ങളെ, അരിഫ്ഖു വറഹ്മ. നല്ല കാരുണ്യത്തോടു കൂടിയും മൃദു സമീപനവും റിഫ്കോടുകൂടി നമ്മൾ മക്കളോട് പെരുമാറണം. അപ്പം മക്കളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇടപെടുന്ന സമയത്ത് ഒരുപാട് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളുടെ അടുക്കൽ ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് ആവശ്യം. റഹ്മത്തും റിഫ്കൊക്കെ ആവശ്യം എപ്പോഴാണ്? പ്രതികൂല സാഹചര്യങ്ങളിലാണ് കൂടുതൽ ആവശ്യം വരിക. അനുകൂല സാഹചര്യങ്ങളിൽ നമുക്ക് വല്ലാതെ ഉപയോഗിക്കേണ്ടി വരാത്ത കാര്യമാണ് റിഫ്ക് എന്ന് പറയുന്നത്. പ്രതികൂല സാഹചര്യത്തിലാണ് എപ്പോഴും റിഫ്കിന്റെ ആവശ്യം വരിക. അപ്പോൾ കുട്ടികൾ ആ രൂപത്തിൽ മോശം സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ പരുഷമായി പെരുമാറി അതിനെ നേരിടുക എന്നുള്ളതല്ല, വളരെ കാരുണ്യത്തോടുകൂടി അനുകമ്പയോടുകൂടി
നല്ല സ്വഭാവത്തോടു കൂടി നമ്മൾ പെരുമാറണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പഠിപ്പിച്ചൊരു പൊതു തത്വമാണ്, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന. ഈ റിഫ്ഖ്, നൈർമല്യത്തോടു കൂടി നീ ഏതൊരു കാര്യത്തിലും നീ പെരുമാറി കഴിഞ്ഞാൽ അത് അതിനെ ഭംഗിയാക്കുന്നതാണ്, ആ കാര്യത്തെ ഭംഗിയാക്കും. എന്നാൽ വലാ യുസ്ഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിഫ്ക് ഊരപ്പെട്ടോ, റിഫ്ക് ഇല്ല, അവിടെ നല്ല നൈർമല്യത്തോടു കൂടി പെരുമാറിയിട്ടില്ലെങ്കിൽ അത് വഷളാക്കി തീരുന്നത്. ഏത് സാഹചര്യത്തിലാകട്ടെ സഹോദരങ്ങളെ, ഇത് ബാധകമാണ്. അപ്പൊ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് ഉപ്പമാരോട് ഉമ്മമാരോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന രൂപത്തിൽ, അടുപ്പം ഉണ്ടാകുന്ന രൂപത്തിൽ നല്ല സ്വഭാവം വേണം. പരുഷ സ്വഭാവമാണ് ഉപ്പാന്റെ അടുത്ത്. ഉമ്മാന്റെ അടുത്താണെങ്കിലോ മിക്കവാറും വാപ്പമാരുടെ അടുത്താണ് ചിലപ്പോൾ അത് കാണാറുള്ളത്. ഉമ്മാക്ക് എപ്പോൾ ഒരു സ്നേഹം ഉണ്ടാവും മക്കളോട്, പക്ഷെ വാപ്പമാര് ചിലപ്പോൾ ആ രൂപത്തിൽ ഒരു ദേഷ്യത്തോടു കൂടിയായിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ. ചിലപ്പോൾ വാപ്പാക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പേരിൽ വർഷങ്ങളോളം മക്കളോട് ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന വാപ്പന്മാരുണ്ടാവും. ചിരിക്കൂല, മകനെ കണ്ട ചിരിക്കാത്ത, അല്ലെങ്കിൽ ആ രൂപത്തിൽ എപ്പോഴും ദേഷ്യം, ചെറിയ കാര്യത്തിന് തന്നെ വളരെയധികം ഉപദ്രവിക്കുന്ന, ശാരീരികമായിട്ട് തന്നെ മക്കളെ, കാരണം എൻ്റെ മോനാണല്ലോ, ആരും ചോദിക്കാനില്ലല്ലോ എന്ന രൂപത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അത് കുട്ടികളെ ശരിക്കും ഈ പറയുന്ന ദേഷ്യമൊക്കെ അവർക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ചെയ്താൽ ഇവൻ നന്നാകുമെന്ന് വിചാരിച്ചിട്ടാണ്. നന്നാവുകയല്ല ചെയ്യുക. മിക്കവാറും സാഹചര്യങ്ങളിൽ അവൻ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ദീനിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ, ദീനിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മിക്കവാറും സാഹചര്യങ്ങളിൽ വഴിതെറ്റിപ്പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾക്ക് സ്നേഹം നൽകാനും കെയറിങ് നൽകാനും ഒക്കെ പുറത്ത് കുറേ ആളുകൾ കാത്തിക്കുകയാണ്. മാതാപിതാക്കളോട് ദേഷ്യം പിടിച്ച് അവരെ ഇഷ്ടമല്ലാത്ത മക്കളെ നമ്മുടെ അടുത്ത് നല്ല ഹാപ്പിനെസ് തരാൻ സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് കൂടത്തിലിരുന്ന് ലഹരി ഉപയോഗിക്കാം, നമുക്ക് ഇന്ന ഹറാമുകൾ ചെയ്യാം, ഈ രൂപത്തിൽ സന്തോഷിക്കാം. അങ്ങനെ മക്കളെ വഴിതെറ്റിക്കാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുള്ള സമയത്ത് പ്രത്യേകിച്ചും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഏറ്റവും നല്ല റഹ്മത്തോടുകൂടി റിഫ്കോടുകൂടി പെരുമാറാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള കാര്യങ്ങൾ അത് മാതാപിതാക്കളോട് തുറന്നു പറയുകയുള്ളൂ. അതല്ലെങ്കിൽ പറയൂല. അവർക്ക് മാതാപിതാക്കളോട് പറയാൻ അത്രമാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത്രമാത്രം ഒരു ബന്ധം മാതാപിതാക്കളോട് ആയിട്ടില്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അത് വേറെ ആരെങ്കിലും ആയിരിക്കും. എന്നാൽ ഏറ്റവും നല്ല ബന്ധം ഉപ്പയോടുണ്ടായാലും ഉമ്മയോടുണ്ടായാലോ, എന്ത് കാര്യമുണ്ടായാലും അത് ഉപ്പയോടും ഉമ്മയോടും വന്ന ഉപദേശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ രൂപത്തിൽ മക്കളെ നല്ല രൂപത്തിൽ നമുക്ക് പെരുമാറാൻ പറ്റും, നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കെ ഹസൻ ബിൻ അലി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമകൻ അവിടുത്തെ ചുംബിക്കുകയുണ്ടായി. വൽ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു ജാലിസുൻ ഇൻദ. മറ്റൊരു സഹാബി അൽ അഖ്റ ഇബ്ൻ ഹാബിസ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലി അശ്റതൻ മിനൽ വലദ്. എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ. ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് പറയാണ് ഈ സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നോക്കി. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ മൻ ലാ യർഹം ലാ യർഹം. ആളുകളോട് കാരുണ്യം കാണിക്കാത്തവന് റബ്ബിന്റെ കാരുണ്യം ലഭിക്കുകയില്ല, കാരുണ്യം നൽകപ്പെടുകയില്ല എന്ന് പറയാം. അപ്പൊ കാരുണ്യത്തിന്റെ ഭാഗമാണ് ചെറിയ കുട്ടികളെ ചുംബിക്കുക, അല്ലെ? ചെറിയ കുട്ടികളല്ല, കുറച്ച് പ്രായമായാലും കുട്ടികളെ ചുംബിക്കുക, അടുത്തിരുത്തുക, അതൊക്കെ അവരോടുള്ള വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമാണ്. നമ്മൾ പരുഷ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, പരുക്കൻ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സമാനമായ മറ്റൊരു കാര്യവും കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ജാഅ അഅറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അറാബി, ഗ്രാമീണൻ, പട്ടണത്തിൽ നിന്ന് വിദൂരമായി കഴിയുന്ന ആളുകൾ, പൊതുവെ പരുക്കൻ സ്വഭാവക്കാരാണ്. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് അയാൾ പറയാണ്, തുഖബ്ബിലൂന അസ്ബിയാൻ ഫമാ നുഖബ്ബിലുഹും. നിങ്ങൾ മക്കളൊക്കെ ചുംബിക്കും, ഞങ്ങൾ ചുംബിക്കാറില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്, അവ അംലികു ലക അൻ നസ്അല്ലാഹു മിൻ ഖൽബിക റഹ്മ. അല്ലാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന്, കൽബിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ എന്താണ് ചെയ്യുക? കാരുണ്യം എടുക്കപ്പെട്ടോണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്വഭാവം, പരുക്കൻ സ്വഭാവം വന്നത്. ഹൃദയത്തിൽ കാരുണ്യമില്ല. മക്കളൊന്ന് കൈപിടിക്കാനോ മക്കളൊന്ന് ചുംബിക്കാനോ ഇല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് പോയി ആലിംഗനം ചെയ്യുമായിരുന്നു, കൈ മുസാഫഹത്ത് കൊടുക്കുമായിരുന്നു എന്ന്
ഹദീസുകൾ കാണാൻ സാധിക്കും. മകൾ വരുമ്പോൾ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണനയും മക്കൾക്ക് കൊടുക്കേണ്ട വാത്സല്യമൊക്കെ അത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. അതിൽ വലിയ ഖൈറുണ്ട്. മാത്രമല്ല, മക്കളോട് കാണിക്കുന്ന ഈ കാരുണ്യം അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും. കത്തിയാളുന്ന നരകത്തിൽ നിന്നും അത് രക്ഷയാകും എന്നറിയിക്കുന്ന ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിമിന്റെ സഹീഹിലുണ്ട്. ആ ഹദീസിൽ കാണാൻ സാധിക്കും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മനോഹരമായ ഒരു സംഭവമാണ്. അവർ പറയാണ്, ജാഅത്നി മിസ്കീന, എൻ്റെ അടുക്കൽ ഒരു ദരിദ്രയായ ഒരു സ്ത്രീ ഒരിക്കൽ വീട്ടിൽ വന്നു. തഹ്മിലു ബിനതൈനി ലഹ, കൂടെ 2 പെൺമക്കളുണ്ട്. ദരിദ്രയായ ഒരു സ്ത്രീയാണ്, കൂടെ 2 പെൺമക്കളെയും കൂട്ടിയിട്ടാണ് വരുന്നത്. ഫഅത്അംതുഹാ 3 തംറാ, വന്ന ആള് അങ്ങേയറ്റം ദരിദ്രമുള്ള കുടുംബവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം ഒന്നുമില്ല അവിടെ കഴിക്കാൻ. അവിടെ ഉള്ളത് ആകെ 3 ഈത്തപ്പഴം. ആയിഷ റളിയല്ലാഹു അൻഹ ആ 3 ഈത്തപ്പഴം ഈ ഒരു ഉമ്മാക്കും 2 മക്കൾക്കുമായിട്ടാണ് അത് ഉമ്മാന്റെ കൈ കൊടുക്കുകയാണ്. ഫഅഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറ, ഈ ഉമ്മ എന്ത് ചെയ്തു? 1 അവർക്ക് വെച്ചിട്ട് ബാക്കി 2 ചെറിയ പെൺമക്കൾക്ക് കൊടുക്കുകയുണ്ടായി. വറഫഅത് ഇലാ ഫിഹാ തംറതൻ ലിതഅകുലഹ, അങ്ങനെ ഈ കുട്ടികൾക്ക് 2 കൊടുത്തു, കുട്ടികളത് തിന്നു. എന്നിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു? ഇവരുടെ ഓഹരി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വായിലേക്ക് കൈയുയർത്തുകയാണ്. അപ്പോൾ തന്നെ ഫസ്തതഅമതഹാ ഇബ്നതാഹാ, ഈ 2 മക്കളും, അവർ ചെറിയ മക്കളല്ലേ, വീണ്ടും ചോദിക്കുകയാണ് ഒരു ഈത്തപ്പഴം എന്താകാനാണ്. അവരടുത്ത ഈത്തപ്പഴത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈ ഉമ്മ എന്ത് ചെയ്തെന്ന് അറിയുമോ? ഫശഖത്തി തംറ, ആ ഈത്തപ്പഴം നേരെ പകുതിയാക്കി. അല്ലത്തി കാനത് തുരീദു അൻ തഅകുലഹാ ബൈനഹുമാ, ഇത് ആ ഉമ്മ കഴിക്കാനിരുന്ന ഈത്തപ്പഴം, വിശന്നുകൊണ്ടാണല്ലോ വന്നത്, ദരിദ്രരാണ്. ഉമ്മ കഴിക്കാൻ വെച്ച ആ ഈത്തപ്പഴം 2ആക്കി പാകിച്ചിട്ട് എന്ത് ചെയ്തു? ഈ 2 മക്കൾക്ക് കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅജബനി ശഅനുഹ, അവളുടെ കാര്യം എനിക്ക് വലിയ അത്ഭുതമായി. ഫദകർതു അല്ലദീ സനഅത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പോയിട്ട് പറഞ്ഞു. അപ്പോഴേക്കും റസൂലുള്ളാഹിക്ക് അള്ളാഹിന്റെ വഹി ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അതഖഹാ ബിഹാ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാരണത്താൽ അവൾക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കിയിട്ടുണ്ട്, അവളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ഈത്തപ്പഴം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊണ്ടെങ്കിലും ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം. അത് നേരെ കണ്ട ഹദീസാണിത്. അല്ലാഹു തആല അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് ചെയ്തത്? ആ മക്കൾ, അങ്ങനെയാണ് ഉമ്മമാരുടെ സ്നേഹം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മക്കളോട് ഈ രൂപത്തിൽ നമ്മൾ നല്ല രൂപത്തിൽ സ്നേഹവും കാരുണ്യത്തിലും പെരുമാറിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്ക് സ്വർഗം കിട്ടാൻ അത് തന്നെ മതിയെന്നാണ്, അത് തന്നെ മതിയായതാണ്. അതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ ആ കാരുണ്യത്തിലും വാത്സല്യത്തിലും അത് ശ്രദ്ധിക്കുക. എന്നാൽ അടുത്ത പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത് ബദ്ലുൻ നുസ്ഹി വത്തൗജീഹ്, 8ാമത്തെ പോയിന്റാണ്. കാരുണ്യം സ്നേഹമൊക്കെ നമുക്ക് വേണം. പക്ഷെ ചില ആളുകൾ അവർ നന്നായി മക്കളെ സ്നേഹിക്കുകയും കാരുണ്യം നൽകി വേണമെന്നെല്ലാം വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോയിന്റ് അവർ പാലിക്കൂല. എന്താണ്? ബദ്ലുൻ നുസ്ഹി വത്തൗജീഹ്, അതിനല്പം അറിവൊക്കെ വേണം. അവർക്ക് വേണ്ട രൂപത്തിലുള്ള നസീഹത്തുകൾ, ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അത് ചെയ്യരുത്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അറിവ് വേണ്ട രൂപത്തിൽ ഉപദേശങ്ങൾ, അത് സഹോദരങ്ങളെ അത് ജീവിതത്തിലുടനീളം നൽകേണ്ടതാണ്. മക്കൾക്ക് അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. നമ്മളങ്ങേയറ്റം വയസ്സായി, മക്കൾ വലിയ പ്രായപൂർത്തി എത്തി, എന്നാലും ചില ഉപദേശങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ടാകും. കാരണം അവർക്ക് അത്ര പ്രായമെത്തിയിട്ടില്ല, അല്ലേ? അവർക്ക് അറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. അതുപോലെ ദീനിയായ നിർദ്ദേശങ്ങൾ സഹോദരങ്ങളെ, അത് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിർദ്ദേശം എന്താണ്? എന്നും നമ്മൾ ചർച്ചയാക്കേണ്ട, അവരോട് സംസാരിക്കേണ്ട കാര്യം അത് തൗഹീദിന്റെ കാര്യമാണ്. തൗഹീദിന്റെ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ അവരുടെ മക്കളോട് തൗഹീദിന്റെ കാര്യം സംസാരിച്ചത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് അത് വാപ്പമാർക്ക് മാതൃകയാക്കാൻ കൂടിയാണ്. തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം, അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അവരെല്ലാം പ്രാർത്ഥിക്കുന്നത്, അവരെല്ലാം മക്കളോട് ചോദിച്ച കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്. ഇബ്രാഹിം ബനീഹി വയഅഖൂബ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്ന കാര്യം, യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ, അള്ളാഹു നമുക്ക് ഈ ദീൻ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, നമ്മൾ തെരഞ്ഞെടുത്തു.
ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം, ദീൻ അനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി, നിങ്ങൾ നബിയെ താങ്കൾ സാക്ഷിയായിട്ടുണ്ടോ യക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നമായ സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇദ് ഖാല ലിബനീഹി മാ തഅ്ബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക, ആരാണ് ആരാധിക്കുക? യക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു നബിയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മക്കൾ പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹക, ഞങ്ങൾ താങ്കളുടെ ഇലാഹിനെയാണ് പ്രാർത്ഥിക്കുക, വ ഇലാഹ ആബാഇക ഇബ്രാഹിം, താങ്കളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ഇലാഹിനെ, വ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെയും ഇസ്മായിലിന്റെയും ഇലാഹിനെ, ഇലാഹൻ വാഹിദ, ഉറപ്പിച്ചു ഒരൊറ്റ ഇലാഹെ നമുക്കുള്ളൂ, പ്രാർത്ഥിക്കാൻ ഇബാദത്തുകൾ അർപ്പിക്കാൻ ഒരൊറ്റ ഇലാഹേ ഉള്ളൂ, വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴ്പ്പെടുന്ന മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞ് വാപ്പാനെ തിരിച്ച് സന്തോഷിപ്പിക്കുകയാണ്. മരണാസന്നമായ വേളയിൽ തൗഹീദാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, ചില ആളുകൾക്കുണ്ട്, നമ്മൾ തൗഹീദിന്റെ കാര്യം ആവർത്തിച്ച് പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും, തൗഹീദ് നമ്മളൊന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് എപ്പോഴും തൗഹീദാണ്. അമ്പിയാക്കൾ മരിക്കാൻ നേരത്തെ ചർച്ച ചെയ്തത് അനന്തര സ്വത്തിനെ കുറിച്ചിട്ടല്ല, അവർ ചർച്ച ചെയ്തത് തൗഹീദിനെ കുറിച്ചിട്ടാണ്. കാരണം അമ്പിയാക്കൾ അനന്തരം കൊടുക്കുകയില്ല, അവർ ഇൽമാണ് ബാക്കി വെച്ച്, തൗഹീദാണ് ചർച്ച ചെയ്യുന്നത്. മരണാസന്നമായ വേളയിൽ മക്കളെ വിളിച്ചിട്ട് നബിമാർ പോലും ചോദിക്കും, നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തോട് നിസ്കാരവും സക്കാത്തും കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അമ്പിയാക്കൾ അവരുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു എന്നാണ്. എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നത്? നമ്മൾക്ക് അതിന് നിർദ്ദേശം വേണം. ആ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മുറു അബ്നാഅക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇൻ വഹും, നിങ്ങളുടെ മക്കളെ മുറു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യണം? കൽപ്പിക്കണം. നിസ്കാരം കൊണ്ട്, വഹും അബ്നാഉ സബ്ഇൻ, അവർ 7 വയസ്സാകുന്ന സമയത്ത് തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ചെറിയ രൂപത്തിൽ അടിച്ചിട്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നിന്റെ കുടുംബത്തിനോട് നിസ്കാരം കൽപ്പിക്കണം, ക്ഷമയോടുകൂടി നീ നിലകൊള്ളണം എന്ന് പറഞ്ഞിട്ട് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാം നന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മക്കളോട് കൽപ്പിക്കണം. നിസ്കാരവും സക്കാത്തും സമയമായാൽ ഓരോന്നിന്റെ സമയത്ത് അത് കൽപ്പിക്കണം. സൂറത്തുൽ ലുഖ്മാനിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു ഉപ്പ മകന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ അള്ളാഹു ക്രമപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ട സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങൾ നൽകി കൊടുത്തിട്ടുണ്ട്. തൗഹീദ് കൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്, ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തൗഹീദാണ് അദ്ദേഹം പ്രാധാന്യം, അഖീദയാണ്, വിശ്വാസം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന കാര്യം രണ്ടാമത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുറാഖബത്തിനെ കുറിച്ച്, അവൻ എപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് മൂന്നാമത് പറഞ്ഞു കൊടുക്കുകയാണ്. നിസ്കാരം നിലനിർത്തണം എന്നതിനെക്കുറിച്ച് നാലാമത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം സ്വന്തം സ്വഭാവം അത് നന്നാക്കണം. ജനങ്ങളോട് അഹങ്കരിക്കുന്ന കിബറുള്ള സ്വഭാവം നിനക്കുണ്ടാകാൻ പാടില്ല, മിതത്വം വേണം നിന്റെ സംസാരത്തിലും നിന്റെ നടത്തത്തിലും. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ, സ്വഭാവ നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളത് ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ സൂറത്തുൽ ലുഖ്മാനിൽ 2-ാമത്തെ പേജ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ ഉപദേശങ്ങളാണ് എന്ന് സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എന്തെല്ലാം മോശം ഗുണങ്ങളുണ്ടോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. മോനെ ഒരിക്കലും കളവ് പറയാൻ പാടില്ല, ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും നമ്മൾ കളവ് പറയാൻ പാടില്ല. ഏത് സാഹചര്യത്തിലും കളവ് പറഞ്ഞൊരു ലാഭം അത് നമുക്ക് വേണ്ട, കളവ് പറഞ്ഞൊരു നേട്ടം നമുക്കത് വേണ്ട. നമ്മളടുത്ത് പറ്റിയോ അത് സമ്മതിക്കുക, ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. മോഷണം അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടി ഒരാളും എടുക്കാൻ പാടില്ല. മോഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല. ആ കാര്യങ്ങൾ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു കൊടുക്കണം. സംഗീതത്തിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയില്ല, സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് ഹറാമാണ്, അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ നിലക്ക് വിലക്കിയിട്ടുള്ളതാണ്.
പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സഹോദരങ്ങളെ താക്കീത് നമ്മൾ കൃത്യമായി നൽകണം. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കുല്ലുക്കും മസ്ഊൽ, നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അള്ളാഹ് ചോദിക്കും നിങ്ങളോട്, എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല, എന്തുകൊണ്ട് ഇത് ഹറാമാണ്, നിനക്കറിയാമായിരുന്നു, എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക. 9ാമത്തെ കാര്യം, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, അൽ ജലീസു സാലിഹ്, നല്ല കൂട്ടുകാരനെ അവനുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് എല്ലാ നേരവും മക്കൾ ഒരുമിച്ചിരുത്താൻ പറ്റുമോ? അതിനൊരു പ്രായമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മക്കൾ നമ്മളെ കൂടെ നിൽക്കുമോ? ഇല്ല. പിന്നെ അവർക്ക് ആവശ്യം അവർ പോകുന്ന കമ്പനികൾ അത് സാലിഹ്യങ്ങളായ ആളുകളുടെ അടുക്കലാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം കൂട്ടുകാരന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഇന്ന സാഹിബ സാഹിബ് എന്ന് പറയും. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, സാഹിബ് എന്ന് പറഞ്ഞാൽ വലിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ കൂട്ടുകാരൻ അവനിലേക്ക് വലിക്കും. ഏത് സ്വഭാവത്തിലാണെങ്കിലും, വിശ്വാസ കാര്യത്തിലോ മറ്റ് ഏത് കാര്യങ്ങളിലാണോ അത് നിർബന്ധമായി ഉണ്ടാകുന്നതാണ്. അല്ല, നിസ്കരിക്കാത്ത കളിക്ക് പ്രാധാന്യം കൊടുത്ത് നിസ്കാരം ഇല്ലാത്ത ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ കൂടെ വിട്ടുവെക്കും മക്കളെ, പിന്നെ നിസ്കാരം ഉണ്ടാവില്ല. മഗ്രിബ് ആയാലും ഉണ്ടാവും പാടത്തുനിന്ന് കളിക്കുന്നു. എവിടെ? സൂര്യൻ അസ്തമിച്ച് ആകാശത്ത് കറുപ്പായി ഇശാന്റെ സമയമായി, അപ്പോഴും അവിടെ കളിച്ച് വേർപ്പുണങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ചെറുപ്പക്കാരെ കാണുന്നത് അല്ലേ? നല്ല നിസ്കരിക്കുന്ന മക്കളായിരുന്നു ഒരിക്കൽ. പക്ഷെ അങ്ങനെയുള്ള കൂട്ടത്തിലേക്ക് പോയി കളിക്കാൻ വിട്ടതാണ്. പക്ഷെ ശ്രദ്ധിച്ചില്ല. ഇങ്ങനത്തെ മക്കളാണ്. നിസ്കരിക്കുന്ന ബാങ്ക് കേട്ടാൽ അവിടെ കളി നിർത്തി പോകാൻ അത് പഠിച്ചിട്ടില്ല. അത്തരത്തിൽ കൂട്ടത്തിൽ പെട്ടാൽ ഇവൻ അങ്ങനെ ഒരു അപകർഷതാബോധം, ഇവൻ മാത്രമായിട്ട് നിസ്കരിക്കാൻ പോകില്ല. കാരണം ആ കൂട്ടത്തിൽ പെട്ട അങ്ങനെ ആയിപ്പോയി. അതാണ് അവസ്ഥ. ഏതവസ്ഥയും സഹോദരങ്ങളെ കൂട്ടുകാരെന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അത് നല്ലതായാലേ രക്ഷയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ച കാര്യമാണത്. മസലുൽ ജലീസി സാലിഹ് വൽ ജലീസി സൂ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. ഒരു നല്ല കൂട്ടുകാരൻ, സാലിഹായ ഒരു കൂട്ടുകാരൻ, അതുപോലെ ഒരു മോശം കൂട്ടുകാരൻ്റെയും ഉപമ എന്ന് പറയുന്നത് അത് ഒരു ഹാമിലുൽ മിസ്ക്, അത്തർ വിൽക്കുന്ന ഒരുവന്റെയും വനാഫിഖുൽ കീർ, ഒലയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരന്റെയും ഉപമ പോലെയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഫഹാമിലുൽ മിസ്ക്, അത്തർ വിൽക്കുന്നവന്റെ ഉപമ ഇങ്ങനെയാണ്, ഇമ്മ അൻ യുഹ്ദീക് വ ഇമ്മ അൻ തബ്തഅമിൻ വ ഇമ്മ തജിദ് മിൻഹു റീഹൻ തയ്യിബ. ഒന്നുകിൽ അവൻ എന്ത് ചെയ്യും, നിനക്കൊരു ഗിഫ്റ്റായിട്ട് തരും, അത്തർ എന്തെങ്കിലും പുരട്ടി തരിക, അല്ലെങ്കിൽ ഒരു അത്തർ തരിക, ഇതുണ്ടാകും. അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് വാങ്ങിയാൽ നല്ലതാണ്, മണമുള്ളൊരു കാര്യമാണ് ഈ വാങ്ങുന്നത്. വ ഇമ്മ അൻ തജിദ് മിൻഹു റീഹൻ തയ്യിബ. കൊടുക്കൽ വാങ്ങൽ ഒന്നും നടന്നിട്ടില്ലെങ്കിലും അവിടെ ഒരു നല്ലൊരു മണം കിട്ടും അവൻ്റെ അടുത്ത് പോകുമ്പോൾ. അങ്ങനെ ഒരു ഉപകാരം അവൻ്റെ അടുക്കലുണ്ട്. എന്നാൽ വനാഫിഖുൽ കീർ, കൊല്ലപ്പണിക്കാരന്റെ അവസ്ഥ എന്താണ്? ഇമ്മ അൻ യുഹ്രിക സിയാബക വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ. ഒന്നുകിൽ അവന്റെ ഈ കൊല്ലപ്പണിയുടെ ഇടയിൽ നീ പോയി നിന്നാൽ ആ തീപ്പൊരി വന്ന് നിന്റെ വസ്ത്രത്തിന് എവിടെയെങ്കിലുമൊക്കെ കരിച്ചു കളയും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെറുതെ പോയി ആ ആലയിൽ പോയി നീ തിരിച്ചു വന്നാൽ ഒരു മോശം ഗന്ധം നിന്റെ വസ്ത്രത്തിലായിട്ടുണ്ടാകും. ഈ കൊല്ലപ്പണി മോശമായ ഒരു പണിയല്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ഉപമയാണ്. എന്താണ് പറയുന്നത് സഹോദരങ്ങളെ? ഇത് നമ്മൾ ആരുടെ കൂടെയാണോ, ഏത് ഏരിയയിലാണോ പോകുന്നത്, അത് നമ്മളെ ബാധിക്കുമെന്നുള്ള കാര്യം. എന്നൊന്നും ബാധിക്കൂല, ഞാൻ അങ്ങനെയൊക്കെ രക്ഷപ്പെടും, ഇല്ല. തീർച്ചയായും നീ ആരുടെ കൂടെയാണോ അവന്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും നിന്റെ അടുക്കിലേക്ക് അത് പകരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ ശ്രദ്ധിക്കേണ്ടത് ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നുള്ളതാണ്. ആരോടൊപ്പം കൂട്ടുകൂടേണ്ടത്? മുസ്ലിമീങ്ങൾ ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടത്? അവനെപ്പോലെ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന മുവഹിദീങ്ങളെയാണ് അവൻ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത്. ബാക്കിയുള്ള ആരും അവന്റെ കൂട്ടുകാരല്ല. മുവഹിദീങ്ങളല്ലാത്ത ആളുകൾ അവന്റെ കൂട്ടുകാരാകാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്നവർ അവന്റെ കൂട്ടുകാരാകാൻ പാടില്ല. ബിദ്അത്ത് ചെയ്യുന്നവർ അവന്റെ കൂട്ടുകാരാകാൻ പാടില്ല. അതൊക്കെ നേർക്കുള്ള ബന്ധം, സാധാരണ ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ള ബന്ധം കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കൂട്ടുകാരനാകാൻ, എൻ്റെ കമ്പനിയാകാൻ സഹോദരങ്ങളെ പാടില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അതിനോടുള്ള ഗൗരവമില്ലാതായിപ്പോ. നിങ്ങളുടെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള കാര്യത്തിനോട് നിങ്ങളുടെ കൽബിൽ ഒരു വെറുപ്പില്ലെങ്കിൽ എന്തുമാത്രം അപകടമാണത്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം വെറുപ്പുള്ളൊരു തിന്മ, അതിനോട് നിങ്ങളുടെ കൽബിൽ ഒരു കുഴപ്പമില്ല എങ്കിൽ, നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല എങ്കിൽ നിങ്ങളുടെ കൽബ് എത്രമാത്രം ഫസാദായിപ്പോയി, കേടായിപ്പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയാണ്. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ പ്രത്യേക കൂട്ടുകാരൻ ഇറങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തില്ലാത്ത ഒരു പ്രത്യേക കൂട്ടുകാരൻ. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയും
അതുപോലെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും സ്മാർട്ട് ഫോണുകളും ഇതൊക്കെയാണ്. ഇതൊരു പുതിയ കൂട്ടുകാരനാണ്. മക്കൾ ആരുമായി കൂട്ടില്ല. പക്ഷേ ഒരു റൂമിൽ അടച്ചിരുന്നിട്ട് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർനെറ്റ് സംവിധാനമുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അപകടം ചെയ്യുന്ന മറ്റൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഇതിൽ അവനെ എല്ലാ രൂപത്തിലുള്ള മോശത്തരത്തിലേക്ക് വലിക്കാവുന്ന സംവിധാനങ്ങൾ, നെറ്റ്വർക്കുകൾ, ഗ്രൂപ്പുകൾ, ചാനലുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. മക്കൾ ആരോടെയും പോകുന്നില്ല. മക്കളൊക്കെ സേഫാണ്, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മളെ അവസ്ഥ. മോൾ ഇവിടെ തന്നെ ഉണ്ട്, മോൾ ഫുള്ള് വീട്ടിൽ തന്നെയാണ്, പുറത്തെവിടെയും പോകില്ല. മോനും അങ്ങനെ തന്നെയാണ്, എപ്പോഴും വീട്ടിലാണ്, അവൻ റൂമിൽ സേഫായി അടച്ചിരിക്കുന്നുണ്ട്. പക്ഷെ കയ്യിൽ ഈ സംവിധാനമുണ്ട് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്, ആരോടാണ് ഇവൻ്റെ കൂട്ട്, ആരോടാണ് ഇവൻ്റെ കമ്പനി? സഹോദരൻ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരുപാട് ഹറാമുകൾ പ്രചരിക്കാൻ അതിൻ്റെ നെറ്റ്വർക്ക് കേന്ദ്രങ്ങളായി ഈ സോഷ്യൽ മീഡിയകൾ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ടെലിഗ്രാം ഇതൊക്കെ മാറുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപകാരമുള്ള വശം ഒരു ഭാഗത്തുണ്ട്, പക്ഷേ അതിൻ്റെ ഉപദ്രവങ്ങൾ ഇപ്പുറത്തുണ്ട്. അത് ശ്രദ്ധിക്കാതെയാണ് നമ്മുടെ മക്കൾക്ക് സ്നേഹത്തിൻ്റെ പേരിൽ 10ാം ക്ലാസ് പാസ്സായപ്പോൾ കൊടുത്തതാണ്. ഇപ്പോൾ 11 പണ്ട് 10ാം ക്ലാസ് പാസ്സാണ്, ഇപ്പം 5ാം ക്ലാസ് പാസ്സായാലും തന്നെ ഫോൺ കൊടുക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഇതിൽ ആരൊക്കെയാണ്? ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മക്കളുണ്ട്. മാതാപിതാക്കൾ അറിയില്ല, മാതാപിതാക്കൾക്ക് അറിയില്ല എൻ്റെ ഫോണിൽ എന്താണ് മക്കൾ ഉപയോഗിക്കുന്നത്. കാരണം മാതാപിതാക്കൾ അത്ര സ്മാർട്ടായിട്ടില്ല. ഇത് സ്മാർട്ട് ഫോണാണ്, പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്മാർട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല, നിങ്ങൾ വിഡ്ഢിയായി പോകും. ഒരു ബുദ്ധിയുള്ള ആൾക്കേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം വിഡ്ഢിയാക്കും, നിങ്ങൾ അതിൻ്റെ അടിമയായിത്തീരും. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ അതിനേക്കാൾ സ്മാർട്ടായിട്ട് ഇതിൽ എന്ത് ഉപയോഗിക്കണം, എന്ത് ഞാൻ തുറക്കണം, എന്ത് തുറക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അല്ലെ, മാതാപിതാക്കൾക്ക് പലരും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അത് ഭൗതിക വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കൾ ഇതിനേക്കാളും ഉഷാറാണ്. മക്കളെടുത്തിട്ട് അവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഉമ്മാൻ്റെ ഫോണിൽ തന്നെ അത് സേവ് ചെയ്യാനും എന്നിട്ട് ഉമ്മ കാണാതെ അത് ഹൈഡ് ചെയ്യാനും മക്കൾക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മക്കളാണ്. അതുകൊണ്ട് നിങ്ങളത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ പൂർണ്ണമായി സേഫാണ്, വീട്ടിനകത്താണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആത്മവിശ്വാസവും അരുത്. എപ്പോഴും ജാഗ്രത വേണം. മക്കൾക്ക് ആ രൂപത്തിലുള്ള ബന്ധങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുണ്ടാക്കുന്നുണ്ടോ അത് ഏറ്റവും മോശത്തരത്തിലേക്ക് അവരെത്തും. അവരുടെ സ്വഭാവം മോശമാകും, വിശ്വാസം വരെ മോശമാകുന്ന അവസ്ഥകൾ. അപ്പോൾ ഷഹവത്തുകളും ശുഭഹത്തുകളും ഇതിലുണ്ട്. ദേഹേച്ഛകൾ ഹറാമുകളിലേക്ക് അടിമപ്പെടുന്നതും ദീനിൽ നിന്ന് തന്നെ തെറ്റിച്ചു കളയുന്നതുമായ കാര്യങ്ങൾ സഹോദരങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അത് ഈ കാലഘട്ടത്തെ പുതിയൊരു കൂട്ടുകാരനായിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അത്തരം മോശം കൂട്ടുകാരിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അവസാനത്തെ പോയിന്റ് സഹോദരങ്ങളെ, അൽ ഖുദ്വത്തു അൽ ഹസന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നു, ഒരുപാട് കാര്യങ്ങൾ വിലക്കുന്നു. പക്ഷെ നമ്മളൊരു ഉത്തമ മാതൃകയായിട്ടില്ല എങ്കിൽ, നമ്മളൊരു ഖുദ്വത്തുൻ ഹസനയായിട്ട് അവരുടെ മുന്നിലില്ല എങ്കിൽ ഇതൊന്നും ഫലപ്പെടില്ല. മിക്കവാറും സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിനൊരു വിലയില്ല എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് കൃത്യമായി നിസ്കരിക്കാൻ പറയുന്നു, എന്നിട്ട് മാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉപ്പ കിടന്നുറങ്ങുന്നവനാണെങ്കിലും കുട്ടിക്ക് നിസ്കാരത്തെക്കുറിച്ച് എന്തായിരിക്കും ചിന്ത ഉണ്ടാവുക? ബാങ്ക് കൊടുക്കുന്നു, ഇക്കാമത്തും കൊടുക്കുന്നു, ഉപ്പ അവിടെ കിടന്നുറങ്ങാണ്, ഇപ്പം പള്ളിയിലൊന്നും പോകുന്നില്ല, നിസ്കരിക്കുന്നതും കാണുന്നില്ല. നമ്മൾ എണീച്ച് നമുക്കൊരു ഉഷാറുണ്ടാകുന്ന സമയത്ത് നമ്മൾ മക്കൾ നിസ്കരിക്കണം, നോമ്പെടുക്കണം എന്നൊക്കെ പറയും. അല്ലാത്ത സമയത്ത് നമ്മളങ്ങനെ നിസ്കാരമില്ല, ആ രൂപത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങൾ അവർക്ക് നിസ്കാരത്തിൻ്റെ വില അവിടെ പോയി. നിസ്കാരത്തിനൊരു വില ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിന് വല്ല വില ഉണ്ടെങ്കിൽ ഇയാൾ ഈ പറയുന്ന വാക്കുകളൊക്കെ സത്യമാണെങ്കിൽ ആദ്യം ഇയാൾ ചെയ്യണം. ചെയ്യുന്നില്ല. ഹറാമായ കാര്യങ്ങളും നമ്മൾ മക്കളോട് അത് ഉപയോഗിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, ഇന്നത് ഹറാമാണ്. ഒരു വാപ്പ നല്ല സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. അപ്പം മോൻ വിചാരിക്കും വാപ്പ സിഗരറ്റ് വലിക്കുന്നു, ഞാൻ വേറെ കഞ്ചാവ് വലിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വലിക്കുന്നു, അതിനേക്കാളും ഉപദ്രവം ഇല്ല എന്നൊക്കെ ചിലപ്പോൾ ഇവനാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഒരേ പോലെയാണ്, വാപ്പയും ഇതിൻ്റെ ആളാണ്, ഞാൻ വേറെ കൊലത്തിലെ ആളാണ്. അവനൊരിക്കലും വാപ്പ പറയുന്ന ദീനിന്റെ ഗൗരവം അവന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ദീനിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ വിലക്കുന്ന കാര്യം നമ്മൾ ആദ്യം വിട്ടുനിൽക്കുന്ന ആളായിരിക്കണം. നമ്മൾ കൽപ്പിക്കുന്ന കാര്യം ആദ്യം ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പോഴാണ് മക്കൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഖൗമിനോട് പറയുന്നത് നോക്കൂ, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻ, ഞാൻ ഏതൊരു കാര്യത്തെ തൊട്ട് വിലക്കുന്നുവോ അതിനോട് എതിരായിട്ടൊരു സ്വഭാവം എനിക്കുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോടൊരു കാര്യം വിലക്കുകയും അതിനെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുകയില്ല എന്ന് സഹോദരങ്ങളെ അദ്ദേഹം
പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൂന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഖൂലൂൻ. നീ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നീ നിന്റെ കാര്യത്തെക്കുറിച്ച് മറന്നുപോവുകയും ചെയ്യുകയാണോ? നീ കിതാബ് പാരായണം ചെയ്യുന്നു, നീ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂൻ മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ കോപമുള്ള കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കണം. അവർ നന്മ കൽപ്പിക്കണം. അതിൻ്റെ അർത്ഥം ഇനി ഞാൻ പറയുന്നില്ല എന്നല്ല. ചില ആൾ പറയും ഞാനതിന് അർഹനല്ല, അപ്പോൾ ഞാനൊന്നും മിണ്ടണ്ട. അങ്ങനെയല്ല. പറയൽ ബാധ്യതയാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറ്റം മാതാപിതാക്കൾക്കാണ്. പോംവഴി മാതാപിതാക്കളും നന്നാവുക, നല്ല മാതൃകയാവുക, മക്കളോട് ഉപദേശിക്കാം. അതല്ലാത്ത മൂന്നാമതൊരു പോംവഴിയില്ല. അതല്ലാത്ത ഞാനൊന്നും പറയുന്നില്ല, ഞാനതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുക എന്ന് പറയുന്ന ഒരു പോംവഴി ഇല്ല എന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ 10 പോയിന്റുകളും അതല്ലാത്ത നിർദ്ദേശങ്ങളും എല്ലാം തന്നെ സഹോദരങ്ങളെ ഒരു മുസ്ലിം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം റിസൾട്ട് ആദ്യം കിട്ടുന്നത് മറ്റാർക്കുമല്ല. മക്കൾ നന്നായാൽ അതിൻ്റെ റിസൾട്ട് ദുനിയാവിൽ ആദ്യം കിട്ടുന്നത്, അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത് അത് മാതാപിതാക്കൾ തന്നെയായിരിക്കും. കാരണം അവർ മാതാപിതാക്കളോട് ഏറ്റവും നല്ല പുണ്യമുള്ള മക്കളായി തീരും, പുണ്യം ചെയ്യുന്ന മക്കളായി തീരും. നമ്മൾ ഈ രൂപത്തിൽ നല്ല രൂപത്തിൽ പെരുമാറിയാൽ അതിൻ്റെ ഫലം അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ നൽകും. നല്ല സ്വാലിഹ്യങ്ങളായ കൺകുളിർമയുള്ള മക്കളായിട്ട് നമ്മുടെ വയസ്സായ കാലത്ത് നമ്മളെ പരിപാലിക്കാൻ, നമ്മളെ ശുശ്രൂഷിക്കാൻ, നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളെ ശ്രദ്ധിക്കാൻ അങ്ങനെയുള്ള മക്കൾ അല്ലാഹു തആല നൽകും. അത് ദുനിയാവിൽ നിന്ന് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന കാര്യമാണ്. ദുനിയാവിൽ നിന്ന് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന കാര്യമാണ്. ഇനി ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് മരണശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ നേട്ടം എല്ലാ ഹദീസുകളിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളാണ്. നമുക്ക് മരിച്ച ശേഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മരണശേഷവും പ്രതിഫലം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം സാലിഹായ മക്കളുടെ ദുആയാണ്. ഇത് കിട്ടണമെങ്കിൽ, ഈ ഭാഗ്യം കിട്ടണമെങ്കിൽ സാലിഹായ മക്കളായി വളർത്തണം. എങ്ങനെയെങ്കിലും അയച്ചു വിട്ടിട്ട് ഭൗതികമായ കാര്യത്തിന് എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ വിട്ട് വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അതോടുകൂടി മക്കളുടെ ബാധ്യത മുഴുവൻ നിറവേറ്റി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, സാലിഹല്ലാത്ത മക്കളാണ് അവരായിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് മരണശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നന്മയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉപകാരം ഈ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾക്ക് തന്നെയാണ്. ദുനിയാവിൽ കൺകുളിർമയും ആഖിറത്തിൽ ഈ മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടവും ലഭിക്കുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞല്ലോ. ചില ആളുകൾ അവർ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും, ഉന്നത സ്ഥാനം അവർക്ക് ലഭിക്കും. അവർ ചോദിക്കും, ഞാൻ ഇത്ര വലിയ ഉന്നത സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന മറുപടി, നിന്റെ സാലിഹായ മക്കളുടെ ദുആ കൊണ്ട് നിന്റെ ദറജ ഉയർന്നതാണ്. നീ ചിലപ്പോൾ മരിച്ചു പോകുമ്പോൾ ചെറിയൊരു അമലായിട്ട് മരിച്ച മനുഷ്യനായിരിക്കും, പക്ഷേ നിന്റെ സന്താന പരമ്പരകളിൽ സാലിഹ്യങ്ങളായ ഒരുപാട് മക്കൾ ഉണ്ടാകുകയും ആ മക്കൾ പ്രാർത്ഥിക്കുകയും മാതാപിതാക്കൾക്ക് കൊണ്ട് അങ്ങനെയുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒന്ന്, മയ്യത്ത് നിസ്കരിക്കാൻ നേരത്ത് ആ പ്രാർത്ഥന അറിയാത്ത മക്കളാണ് ഒരുപാട്. അതിന് ഉസ്താദിന് വേണ്ട അവസ്ഥയാണ്. കാരണം മക്കൾക്കാർക്കും ഒരു പ്രാർത്ഥന അറിയില്ല. ആർക്കെങ്കിലും പ്രാർത്ഥന അറിയുന്നൊരു മക്കൾ ഉണ്ടാകുന്നില്ല. അത് വലിയ അപകടമാണ് സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും റബ്ബിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. അള്ളാഹു നല്ല സാലിഹ്യങ്ങളായ കൺകുളിർമയുള്ള മക്കൾ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ റബ്ബിൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് അവരെ ഏറ്റവും നല്ല രൂപത്തിലേക്ക്, ഏറ്റവും നല്ല ഹിദായത്തിലേക്ക് അവരെ എത്തിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത അത്തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിനസ് സാലിഹീൻ. റബ്ബനാ ഹബ് ലനാ മിനസ് സാലിഹീൻ. رب ارحمهما كما ربيانا صغارا. رب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.